പിള്ളേരെ വ്യക്തിത്വ വികസനത്തിനും സ്വഭാവ രൂപീകരണത്തിനും നിങ്ങൾ എന്തെങ്കിലും മാങ്ങാത്തലൂടെ ചെയ്യുന്നുണ്ടോ? സാർ അങ്ങനെ അധിക്ഷേപിക്കരുത്. കുട്ടികളുടെ ആത്മീയവും ഭൗതികവുമായ വികാസത്തിൽ ഊന്നി തന്നെയാണ് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത്. എങ്ങനെ ഊന്നി? എന്തൂന്നി? എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഞങ്ങൾ മുടങ്ങാതെ പ്രയർ ചൊല്ലിക്കാറുണ്ട്. ബെസ്റ്റ്. സാർ വിചാരിക്കുന്ന പോലല്ല, ഒരു മതത്തിന്റെ മാത്രമൊന്നുമല്ല, എല്ലാ മതത്തിന്റെ പ്രാർത്ഥനകളും ഞങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. പിന്നെ ഓരോ മതത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും അവരവരുടെ വിശ്വാസത്തിനനുസരിച്ച് പ്രാർത്ഥിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. എന്നിട്ട് എന്തെങ്കിലും മാറ്റമുള്ളതായിട്ട് സാറിന് തോന്നണ്ടോ? പ്രാർത്ഥിക്കാനാണെങ്കിൽ ഒരുങ്ങിക്കെട്ടി ഇങ്ങോട്ട് വന്നോ, വല്ല പള്ളിയിലോ അമ്പലത്തിലോ പോയിരുന്നാ പോരെ. എന്നാ പിന്നെ പൊങ്കാലയും പള്ളിപ്പെരുന്നാളും ഉറൂസും കൂടി സ്കൂളിൽ വെച്ചെടുത്താ. കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത് അറിവ് നേടാനും സ്വന്തം കഴിവുകൾ തിരിച്ചറിയാനും സ്വഭാവ രൂപീകരണത്തിനും വേണ്ടിയാണ്, അല്ലാണ്ട് ഭക്തി പഠിപ്പിക്കാനല്ല. അതിനൊക്കെ അതിൻ്റെതായ സ്ഥലങ്ങളുണ്ട്, ആളുകളുണ്ട്, അത് അവര് നോക്കിക്കോളും. പിന്നെ നിങ്ങളുടെ ജോലി പഠിക്കുന്ന പിള്ളേരെ പഠിപ്പിക്കൽ മാത്രമല്ല, പഠിക്കാത്ത പിള്ളേരെ നേരെ വഴിക്ക് കൊണ്ടുവരാനും കൂടിയാണ് കേട്ടോ. അവന്റെ അമ്മൂമ്മയുടെ ഹൈഡ്രോഫോണി ഫ്രം കാലിഫോർണിയ. അല്ലല്ലേ സാറേ, ഞാൻ ഇനി ആവർത്തിക്കില്ല. അച്ഛനാണ് സത്യം. മനു പി സദാശിവ, യെസ് മദർ. നീയും ഈ സ്കൂളിലല്ലേ പഠിച്ചത് മനു പി സദാശിവൻ? പൂർവ്വ വിദ്യാർത്ഥി സംഗമം. എന്നിട്ട് താൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? തന്നെ കണ്ടാ പറയില്ലല്ലോ ഇതാണ് പണിയെന്ന്. പിന്നെ മദർ എന്ത് വിചാരിച്ച് നട്ടുച്ചയ്ക്ക് ജാക്കറ്റും വലിച്ചേറ്റി ഹുഡി ഇട്ടിട്ട് മാസം കാണിച്ച് ഹലോ ഓഫീസർ ഡ്രഗ്സ് വേണമെന്നും പറഞ്ഞ് ചോദിക്കുന്നു ഓർത്തോ? ഡേ ഇതേപോലെ സിമ്പിളായിട്ട് പെണ്ണ് കാണാൻ പോണ ചെക്കനെ പോലെ ആയിരിക്കും വന്നിരിക്കണത്. ഇവനെപ്പോലെ ഉള്ളവന്മാരാ സാറേ പിള്ളേരെ വഴിതെറ്റിക്കുന്നത്. ഇപ്രാവശ്യത്തേക്ക് അവസാനത്തെ ഒരു അവസരം പോലെ സാർ ഒന്ന് ക്ഷമിക്കേ. ഇവനോടോ? അല്ല, എൻ്റെ മോൻ്റെ കാര്യം. ആ ഇനി അവരങ്ങനെയൊന്നും ചെയ്യില്ല. ഇതൊന്നും ഒരിക്കൽ വായിച്ചാൽ പിന്നെ നിർത്താനൊന്നും പറ്റത്തില്ല, പ്രത്യേകിച്ച് അവന്മാരെ പോലെ കുരുത്തക്കണ്ടമാർക്ക്. ഇനിയിപ്പോ ഇത് നിർത്തിയാൽ തന്നെ വീണ്ടും ഉപയോഗിക്കാതിരിക്കാനുള്ള ക്യാരക്ടർ ഉണ്ടോ? ഇല്ല. സാറേ, സാറൊന്ന് ഇങ്ങോട്ട് വന്നേ. ഇങ്ങ് വാ സാറേ. സാറൊന്ന് ചിരിച്ചേ. എന്തിന്? ചുമ്മാ ചിരിക്കും സാറേ. ഇങ്ങനെയല്ല, പല്ല് കാണിച്ചിരിക്കാൻ. ഫുൾ കറയാണല്ല. ഈ കാണുന്നതാണ് ചുവന്നിരിക്കണത്. മുറുക്കാൻ എല്ലാരും ചോദിക്കാറില്ലേ? ഇത് ലഹരിയൊന്നും അല്ലല്ലോ. ഈ നിസ്സാരമായ മുറുക്കാൻ സാറിന് എടുത്താൻ പറ്റാണല്ലോ അല്ലേ? നേരത്തെ പറഞ്ഞ ക്യാരക്ടർ സാറിനില്ലായിരിക്കും അല്ലേ? സാർ മുറുക്കാനും സിന്തറ്റിക്കും കൂടെ കമ്പയർ ചെയ്യണോ? നമ്മുടെ കാലത്ത് പെട്ടിക്കടയിൽ മുറുക്കാൻ കിട്ടിയിരുന്ന പോലെ സിന്തറ്റിക് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പം മുറുക്കാൻ ചോദിക്കണ പലരും സിന്തറ്റിക് ഉപയോഗിച്ചാണ് അല്ലേ സാറേ? അത് ശരി. സാറ് പിള്ളേരുടെ കാര്യം നോക്കിയാൽ മതി, നമ്മുടെ കാര്യം നോക്കാൻ നമുക്കറിയാം. ഹാ മുജീബ് സാറെ പെണങ്ങല്ലേ? സാറിന് ഇങ്ങനെ എൻ്റെ പേരറിയാം. സാറ് പിള്ളേരുടെ ഇടയിൽ ഭയങ്കര ഫേമസ് അല്ലേ? അത് പിന്നെ നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു സാറേ, നമ്മുടെ പിള്ളേർ നിന്നാണ്, അത്രേ ഉള്ളൂ. അത് പിള്ളേർക്ക് പറയാം, അതിന്റെ സ്നേഹം അവർ പറ്റുന്ന രീതി കാണിക്കും, അത്രേ ഉള്ളൂ. ശരിക്കും മുജീബ് സാറല്ല ഫേമസ്. പിന്നെ സാറ് പറയുന്നത് സത്യമാണ്. അവന്മാരോട് പറ്റുന്ന രീതിയിൽ അവർ സ്നേഹം കാണിച്ചിട്ടുണ്ട്. മാഷന്മാരും കൊള്ളാം, പിള്ളേരും കൊള്ളാം. അത് പറഞ്ഞപ്പോ അങ്ങേർക്ക് പൊള്ളി. ഇതുപോലുള്ള അധ്യാപകന്മാരും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്നാ ഈ സ്കൂൾ ഇല്ലാതാക്കുന്നത്. എടാ തന്നെയല്ല കഴിഞ്ഞ മാസം വെള്ളം അടിച്ച് വണ്ടി ഓടിച്ച് ഞാൻ പെറ്റടിച്ചത്. അതുമാത്രമല്ല സാറേ പ്രശ്നം. പിന്നെന്താ പ്രശ്നം? ഒരു പ്രേമത്തിൽ തുടങ്ങിയ കുഴപ്പങ്ങളാണ് ഇതൊക്കെ. പ്രേമത്തിനെന്താ കുഴപ്പം? പ്രേമത്തിനല്ല, പ്രേമത്തിന് ശേഷമാണ് കുഴപ്പം തുടങ്ങിയത്. പ്രേമത്തിന് ശേഷം എന്താ കുഴപ്പം? വെറുതെ അനാവശ്യം പറയാൻ കരുത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാ ക്ലാസ് കട്ടിയ സിനിമയ്ക്ക് പോയത്. വല്ലോ സംഭവിച്ചിരുന്നെങ്കിൽ ആര് സമാധാനം പറയും? പിള്ളേരാകുമ്പോൾ തെറ്റുകളും കുറ്റങ്ങളൊക്കെ പറ്റും. അത് പറഞ്ഞ് മനസ്സിലാക്കി തിരുത്താതെ അവരെ കുറ്റപ്പെടുത്തി നാണം കെടുത്തി അപമാനിച്ച് ആത്മഹത്യയുടെ വക്കിൽ കൊണ്ട് എത്തിക്കുന്നത് എവിടുത്തെ ന്യായ? പറ. എന്റെ മോൾ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ആര് സമാധാനം പറയായിരുന്നു? ആഹാ, ഇപ്പൊ നമ്മൾ ഇടപെട്ടതായോ പ്രശ്നം? ഇവളുമാരി ഒരുങ്ങി കെട്ടി വരുന്ന തന്നെ ആമ്പിള്ളേരെ കാണിക്കാനാണ്. അതെ ലേഡീസറേ, ഈ ഒരുങ്ങി വന്ന് എന്താ കുഴപ്പം? അല്ല, സാറിന് എങ്ങനെ എന്റെ പേരറിയാം? എനിക്ക് ലേഖ ടീച്ചറിന്റെ പേര് പറയാം, ബിൻ സാറിന്റെ പേര് പറയാം. അതെന്താ സാറേ അങ്ങനെ ഒരു ടോക്ക്? ഞങ്ങൾ രണ്ടുപേരെയും കുറിച്ച് സത്യവിരുദ്ധമായ അവന്മാരെന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്നും അറിയണല്ലോ സാറേ. ടീച്ചർ അത് കാണണ്ട, കാണാതിരിക്കുന്ന നല്ലത്. അതെന്ത്? അതെ എന്റെ ചിഞ്ചു എങ്ങനെ അറിഞ്ഞാണ്ടല്ലോ, ഞാൻ പിന്നെ ജീവൻ അവിടെ കാണില്ല. ഇങ്ങനെ സില്ലി ആവല്ലേ ബിനു സാറേ. ഒന്ന് പോ ടീച്ചറെ, വെറുതെ പിള്ളേരെ കൊണ്ടാണ് ഇതും പറയിപ്പിക്കാൻ.
ബിൻ സാറേ ഇതേ വെള്ളം കുടിച്ചത്. നിങ്ങൾ പിള്ളേരെ കുറിച്ച് ഗോസിപ്പറിക്കുക, പിള്ളേർ നിങ്ങളെ കുറിച്ച് ഗോസിപ്പറക്കും. നിങ്ങളെ കണ്ടാണ് അവരും പഠിക്കണേ. പിന്നെ മൂത്രപ്പുരയിൽ പേരില്ലാത്ത ഒരേ ഒരാളുള്ളൂ. പിള്ളേരോട് സ്നേഹത്തിൽ പെരുമാറുന്ന, അവരെ മനസ്സിലാക്കുന്ന, അവരോട് ഇടപഴകുന്ന മനോജ് സാറിൻ്റെ പേര്. ഇനി ഇമാതിരി സാധനങ്ങൾ വാങ്ങിച്ചടിക്കരുത്. ജീവനി കൊതിയുള്ളതുകൊണ്ടാ. സാറാണ് നിങ്ങൾ അറിഞ്ഞില്ല സാറേ. നന്നായി. സാറ് ഞങ്ങളോട് ക്ഷമിക്കണം. സാരമില്ല, നീയൊക്കെ പഠിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ നോക്ക്. ചുമ്മാ മറ്റുള്ളവരുടെ ആയുസും സമാധാനം കളയാനായിട്ട്. സാറേ ഓ, ഇതോ ഡ്രിപ്പ് തീർന്നതോ ബ്ലഡ് കയറിപ്പോണു. എങ്ങോട്ട്? ആ, ഈ കെയറിങ് ഒന്നും ഞാൻ ഗ്രൗണ്ടിൽ കണ്ടില്ലല്ലോ മോനെ. നിങ്ങളുടെയൊക്കെ സാറുമാർ നിങ്ങളോട് ക്ഷമിക്കുമായിരിക്കും, പക്ഷെ ഇവിടുത്തെ നിയമത്തിനും കോടതിക്ക് അതിൻ്റെ ആവശ്യമില്ല. മനസ്സിലായോ? നീയൊക്കെ വലിച്ചും കുടിച്ചും കയറ്റിയിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എത്രത്തോളം നിങ്ങൾക്കറിയാമോ? എടാ, ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ഹൈയൊക്കെ ഇല്ലേ, ഇതിൻ്റെ കെട്ടിറങ്ങുമ്പോൾ ലോ ആവും. പിന്നെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കണമെന്ന് തോന്നും. പിന്നെ ഇത് അഡിക്ഷനാവും. ശരീരവും മനസ്സും മാത്രമല്ല, സാമാനം വരെ അടിച്ചു പോകും. പിന്നെ ഇതൊക്കെ തൂക്കിയിട്ടുണ്ട് നടക്കാൻ പറ്റുള്ളൂ. ഒരു കാര്യത്തിനും ഉപകരിക്കൂല. നീയൊക്കെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് എൻ്റെ മുമ്പിൽ നടക്കും. പിന്നെ എടാ, പറയുന്നതെല്ലാം തലയിൽ കയറണ്ടോ മണ്ടന്മാരെ? മനസ്സിലാവണ്ടോ? അവസാനം കിളിയും പോയി പരസ്പര ബന്ധമില്ലാണ്ട് പിച്ചും പെയും പറഞ്ഞു നടക്കും. ഏറിപ്പോവും, പിന്നെ നിലത്തോട്ടിറങ്ങാൻ പറ്റൂല. സ്വന്തം അനുഭവം കൊണ്ട് പറയണടാ, അല്ലാണ്ട് നിന്നെയൊക്കെ നന്നാക്കാൻ എനിക്കത്ര വേദന. പിള്ളേര് 4 പേരും പരീക്ഷ എഴുതും ഈ സ്കൂളിൽ തന്നെ. പിന്നെ ബസ് ഇടാൻ വേറെ സ്ഥലം നോക്കിക്കോളാം. നാളെ 2 പോലീസുകാരെ ഞാൻ ഇങ്ങോട്ട് വിടും. ഗ്രൗണ്ടിൽ പിള്ളേരെ കളിക്കണമെങ്കിൽ ലൈവായിട്ട് കാണണം കേട്ടോ മുജീബ് സാറേ. ഈ സ്കൂളിൽ നിന്ന് ഇനിയൊരു കുട്ടി ഇതുപോലത്തെ ഒരു കേസിൽ പോലീസിനെ കയ്യിൽ കിട്ടിയ വീട്ടുകാർ മാത്രമല്ല, പ്രിൻസി തൊട്ടും മണി അടിക്കുന്ന പ്യൂൺ വരെ DVSG ഓഫീസിന് മുമ്പിൽ ഒന്ന് നിരന്നേക്കും. മനസ്സിലായോ?